കലാമേഖലയിൽ നിന്നുള്ളവരുടെ പ്രതിഷേധവും കലാപരമായി തന്നെയായിരുന്നു. കലാമണ്ഡലം, ഫൈൻ ആർട്സ് കോളേജ്, സ്വാതി തിരുനാൾ സംഗീത കോളേജ്, സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പ്രതിഷേധവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത്. സംഗീത പരിശീലനമായിരുന്നു സംഗീത വിദ്യാർത്ഥികൾ നടത്തിയത്. നൃത്തവും നാടകവുമെല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമായി. കലാപഠനത്തോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. 2010 മുതൽ കേന്ദ്ര സർക്കാർ സർവശിക്ഷാ അഭിയാൻ എന്ന പദ്ധതി പ്രകാരം കേരളത്തിലെ സ്കൂളുകളിലെ കലാ അധ്യാപകരെ നിയമിക്കുന്നതിന് വേണ്ടി ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 5 വർഷമായിട്ടും യഥാർത്ഥത്തിലുള്ള കലാപഠനം കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല, കലാ അധ്യാപകരെ നിയമിച്ചില്ല. പക്ഷേ സർക്കാർ പറഞ്ഞത് ഫണ്ടില്ല എന്നാണ് പറഞ്ഞത്. സംവിധായകൻ ശ്യാമപ്രസാദ്, കലാമണ്ഡലം ഓമനക്കുട്ടി, പാർത്ഥസാരഥി തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. മീഡിയ 1 തിരുവനന്തപുരം.